എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോകളും തത്സമയം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യു ഓൺ മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഫോൺ മെമ്മറിയിലുള്ള ആപ്ലിക്കേഷനുകളെ SD കാർഡിലേക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കുക? അതിനായിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേര് APK എഡിറ്റർ എന്നാണ്. ആദ്യം നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ മാനേജർ എന്ന് പറയുന്ന ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും മൂവ് ടു SD കാർഡ് എന്നുള്ള ആ ഒരു ബട്ടൺ ഇവിടെ ഇനേബിൾ അല്ല. അത് ഇനേബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമുണ്ട്. ഇവിടെ SD കാർഡിൻ്റെ ഭാഗത്ത് 0 ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന APK എഡിറ്റർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ കാണുന്നതാണ് ആ ആപ്ലിക്കേഷൻ. APK എഡിറ്റർ എന്നാണ് അതിൻ്റെ പേര്. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം സെലക്ട് APK ഫ്രം ആപ്പ് എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൽ നിന്ന് നമ്മളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇതിൽ കാണാൻ കഴിയും. അതിൽ നിന്നൊരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം കോമൺ എഡിറ്റ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് പേര് വേണമെങ്കിൽ പേര് ചേഞ്ച് ചെയ്യാം. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ലൊക്കേഷൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഡിഫോൾട്ട് നോട്ട് സ്പെസിഫൈഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ ഈ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ 3-4 ഓപ്ഷൻ വരും. അതിൽ പ്രിഫർ എക്സ്റ്റേണൽ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് കൊടുക്കുക. വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ഭാഗം ഇപ്പോൾ ക്ലിയർ ആയിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഫോണിൽ കിടക്കുന്ന ആ ആപ്ലിക്കേഷൻ നമ്മൾ എഡിറ്റ് ചെയ്തതിന് മുമ്പുള്ള ആപ്ലിക്കേഷനെ നമ്മൾ റിമൂവ് ചെയ്യണം. അതിന് റിമൂവ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്താലും മതിയാവും. അൺഇൻസ്റ്റാൾ കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും APK എഡിറ്റർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സാധാരണ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ സെറ്റിങ്സിനകത്ത് അനൗൺസ് സോഴ്സ് എന്നുള്ള ആ ബട്ടൺ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് ഓൺ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. ഡൺ കൊടുക്കുക. അതിനുശേഷം ക്ലോസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയും ക്ലോസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എക്സിറ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും മൂവ് ടു ഡിവൈസ് സ്റ്റോറേജ്. അതിനർത്ഥം ഇപ്പോൾ നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ ഉള്ളത് നമ്മുടെ SD കാർഡിലാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഫോണിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നാണ് മൂവ് ടു ഡിവൈസ് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ വന്നത്. നമുക്ക് ഫോണിലാക്കണമെങ്കിൽ ഫോണിൽ സേവ് ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ SD കാർഡിലേക്ക് മൂവ് ചെയ്യാം. അത് ഈ APK എഡിറ്റർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും പുതിയ അറിവുകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.